ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസർവ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ തിരുവമ്പാടി അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് നേരെ ഇപ്പം നമ്മൾ പാരമേക്കാവ് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. തിരുവമ്പാടിയിലൊക്കെ നന്നായിട്ട് തൊഴാനായിട്ട് സാധിച്ചു, തിരക്കധികം ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ പാരമേക്കാവിലേക്ക് പോവാണ്. നല്ലൊരു ദിവസമാണെന്ന്, നല്ല വ്യാഴാഴ്ച, നല്ല സുഖം, നല്ല കൂളായിട്ടുള്ള ദിവസം, നല്ല കാമായിട്ടുള്ള ഡേ ആണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇപ്പോൾ വേനൽക്കാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ ഉഷ്ണക്കാറൊക്കെ ഉണ്ട്. എണീക്കുമ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് ഉഷ്ണമൊക്കെ തോന്നാറുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും ഉഷ്ണമൊന്നും തോന്നണില്ല. അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ പോകുന്നു ദിവസം. അപ്പോൾ തുടക്കം തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ പാരമേക്കാവിലേക്ക് വെച്ച് പിടിക്കുകയാണ്. എന്താണെന്നറിയോ, പാരമേക്കാവിൽ പ്രത്യേകതയുണ്ട് ഇപ്രാവശ്യം. എന്ന് വെച്ചാൽ ഞാൻ സിന്ദൂരൊക്കെ ഇട്ടിട്ടുണ്ട്, പൊട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുടിയൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഞാനതൊന്നും ഒരു ശീലമില്ലാത്ത ഒരാളല്ലേ. അപ്പോൾ പാരമേക്കാവിൽ ഒന്ന് വിശേഷം പറയാം. പാരമേക്കാവിൽ എന്ന തിരുവുത്സവത്തിൻ്റെ ഇന്നൊരു 28 തീയതി തുടങ്ങി. അപ്പോൾ ഇനി 7 തീയതി വരെയുണ്ട്. അപ്പോൾ എത്രാമത്തെ ദിവസമായി ഓർമ്മയില്ല, കൂട്ടറിയില്ല, കണക്കിൽ ഞാൻ വളരെ മോശമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. നമ്മുടെ പാരമേക്കാവ് പകുതിയുടെ അവിടെ എത്തി. ഇനി നമ്മളങ്ങ് തൊഴാനായിട്ട് കയറാണ് കേട്ടോ. എല്ലാം തിരക്കൊക്കെ കുറവാണ്. അതെ, വലിയൊരു കിടിപെട്ടി. ഞാൻ 7 തീയതി വരെ എന്നാണ് ഉത്സവം എന്ന് വിചാരിച്ച് കഴിഞ്ഞ വ്യാഴാഴ്ച വന്നപ്പോൾ നമുക്ക് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ ഇന്നലത്തോടുകൂടി ഉത്സവം സമാപിച്ചു. ഇന്നലെ ആറാട്ടായിരുന്നു. ഞാൻ ഇന്നാണെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഫോസിലൊക്കെ ഇരിക്കുകയായിരുന്നു. എനിക്കറിയണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു കിടിപെട്ടി. അതൊന്നും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടൊക്കെ തൊഴാൻ പറ്റി. തിരക്ക് നല്ല കുറവായിരുന്നു. തിരക്ക് കുറവായിരുന്നു എനിക്ക്. അപ്പം പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നേരെ നമ്മൾ കുളശ്ശേരിയിലേക്ക് ഒന്ന് പോകും. കുളശ്ശേരി പോയിട്ട് നമുക്ക് തൊഴുതിട്ട് നമുക്ക് തിരിച്ചു വരാം. കുളശ്ശേരിയിൽ പോകും. ഞാനിങ്ങനെ വർത്തമാനം പറയുമ്പോഴേ എന്താ പറയുക, എൻ്റെ അമ്മ പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒഴുക്കിലിങ്ങനെ പോവാന്ന്. ഞാൻ അങ്ങനെ സംസാരിച്ച് അങ്ങനെ ശീലമായതാണ്. അപ്പം എനിക്കിങ്ങനെ ഓരോ വാക്കുകൾ എടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ പറയണത്. അത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി കുളശ്ശേരിയിലേക്ക് പോവാണ്. ഞാൻ ചിലവർ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഞാൻ കേൾക്കാറുണ്ട്, എന്ത് ക്ലാരിറ്റിയോട് കൂടിയിട്ട് എല്ലാവരും സംസാരിക്കുന്നതെന്ന്. എനിക്ക് അങ്ങനെ സംസാരിക്കാനായിട്ട് അറിയില്ല. ഞാൻ തന്നെ സംസാരിക്കും. അങ്ങനെ ഞാനേ ചീര മുറിക്കാനായിട്ട് പോവാണ്. എൻ്റെ മേത്തേക്ക് വെള്ളാക്കല്ല കേട്ടോ. ഡ്രസ്സ് അങ്ങോട്ട് വെക്ക്. ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ചീര, എനിക്കാണെങ്കിൽ മേല് വെള്ളമാവണത് ഇഷ്ടമല്ല. മേല് വെള്ളമാവണതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പം ചീര മുറിക്കാം. ഇതൊക്കെയാണ് ചീര. സാമ്പാർ ചീര മുറിക്കട്ടെ. കത്തിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നുള്ളി എടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വെറുതെ കത്തിയൊക്കെ എടുത്ത് കൊണ്ടുവന്നു. കുറച്ചധികം സ്പെഷ്യൽ സാമ്പാർ. ചീര പൊട്ടിച്ചു. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോകും. എൻ്റെ മുടി ഞാൻ ഹെന്നിട്ടിട്ട് നീലയാമരി ഇടാനാണ് പതിവ്. അപ്പം ഇപ്പോൾ അതൊക്കെ വെള്ളിലേക്ക് വന്നു തുടങ്ങി.
വെള്ളയൊക്കെ വന്ന് തുടങ്ങി. അമ്മ പറയാറുണ്ട് ഞാൻ ഇങ്ങനെ പിറുപിറുക്കണമെന്ന്, നന്നായി സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട്. ആശാനെ ഹാ ഇതെന്താ ആന. വേഗം തന്നെ കിച്ചണിലേക്ക് എത്തിയിട്ട് വേഗം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് വറുത്ത് നമ്മുടെ കുക്കറിലേക്ക്, പരിപ്പ് വേവിച്ച് വെച്ച കുക്കറിലേക്ക് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ചീര നുറുക്കിയതും കൂടി ചേർത്തിട്ടാണ് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആവി കയറാനായിട്ട് ഞാൻ കുക്കറിൽ മൂടി വെച്ചു കേട്ടോ. ഒരു 2 വിസിൽ ഇടാമെന്ന് വിചാരിച്ചു. തക്കാളിയും കുമ്പളങ്ങയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അതുകൊണ്ടാണ് 2 വിസിൽ കിടന്നോട്ടേ എന്ന് വിചാരിച്ചത് കേട്ടോ. എന്താ ഇതാണ് നമ്മുടെ സാമ്പാർ ചീര. സൂപ്പർ സാമ്പാറാണ് കേട്ടോ. അത് തിളക്കട്ടെ. അങ്ങനെ ഉപ്പേരികൂട്ടാനൊക്കെ റെഡി ആയിട്ടാ. ഉപ്പേരികൂട്ടാൻ റെഡിയായി. നമ്മുടെ പയറും കയ്പക്കായും കൂടിയിട്ടുള്ള ഉപ്പേരി കുക്കറിൽ ജസ്റ്റ് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ കാച്ചിയെടുത്ത് കുറച്ച് വേപ്പില വാങ്ങിച്ചോളന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യത്തിനൊക്കെ കുറച്ചായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. വേപ്പില ഇട്ടിട്ട് നമ്മൾ കാച്ചിയെടുത്തു. അതാണ് ഇന്നത്തെ ഉപ്പേരി. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഉപ്പേരിക്കൂട്ടാൻ. ഉപ്പേരിക്കൂട്ടാൻ റെഡിയായി. ഞങ്ങൾക്ക് സാമ്പാർ നോക്കാം. ഞാൻ തൈര് സാധമാണ് ഞങ്ങൾക്ക് രാവിലേക്ക്. തൈര് സാധമാണ്. അപ്പൊ തൈര് സാധം റെഡിയാക്കിയാണ്. അപ്പൊ ഇനി നമുക്ക് കടുകും വറ്റൽമുളകൊക്കെ ഒന്ന് കാച്ചിയിടണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് നല്ലെണ്ണയാണ് വേണ്ടത്. കുറച്ച് ഉലുവ, കുറച്ച് വറ്റൽമുളക്, ഇത്തിരി കായം, പിന്നെ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഉണ്ടല്ലോ, അപ്പൊ ഇപ്പൊ ഉള്ളത് കൊണ്ട് അതും കൂടി ചേർക്കാം. എന്നിട്ട് നമ്മളുടെ ഈ ഒരു കറിക്ക് അങ്ങ് ഒഴിച്ചങ്ങ് കൊടുക്കണം കേട്ടോ. കറിക്കല്ല, ചോറിലൊക്കെ. ഇതാണ് തൈര് സാധം. പിന്നെ ഈ തൈര് സാധത്തിന് എന്താ പറയാ, ചീനച്ചട്ടിയിലിട്ടിട്ട് പൂശൊന്നും വേണ്ട. നമ്മൾ ചീനച്ചട്ടിയിലേക്ക് കൂട്ടാനൊക്കെ കാച്ചുമ്പോ ഒരു പരിപാടി ഇല്ല. ആ പരിപാടിയൊന്നും തൈര് സാധനത്തിൽ വേണ്ട. ഇതിങ്ങനെ വെച്ചിട്ട് ആ ചീനച്ചട്ടി നമുക്ക് ആവശ്യമുണ്ട്. തൈര് സാധനം കണ്ടോ, സൂപ്പറായിട്ടില്ലേ? ഇങ്ങനെയാണ് തൈര് സാധം ഉണ്ടാക്കാം. ഇനി ഏട്ടന് കൊടുക്കട്ടെ. ഞാനിതാ തിരക്ക് പിടിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ചേട്ടന് കോൾ വന്നു. അപ്പോൾ ചേട്ടൻ ഒന്ന് ലഞ്ച് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ലഞ്ച് കൊണ്ടുപോകണ്ട ചേട്ടന്. അപ്പോൾ ചേട്ടൻ ഒന്ന് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ തൈര് സാധമൊക്കെ കഴിച്ചിട്ട് ആളങ്ങ് ഓഫീസിലേക്ക് പോവാണ്. അപ്പോൾ ബാക്കി ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ കഴിക്കും. പിന്നെ വൈകിട്ട് വന്നിട്ട് അതന്നെ, നമുക്ക് വേറെ ഫുഡൊന്നും നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പം അങ്ങനെ അതാണ്. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഇറങ്ങായി. അപ്പം ഞാനിപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ പരിപാടികൾ പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. കോൾ വന്നു. അപ്പോൾ ചേട്ടന് തിരക്കായിട്ട് പോകണം. അപ്പോൾ ഒന്ന് മീറ്റിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എറണാകുളത്ത് നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് പോവാണ് ഓഫീസിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആളങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ എൻ്റെ പണികൾ കഴിഞ്ഞു. ഇപ്പോൾ ചോറ് വയ്ക്കൽ കഴിഞ്ഞു, ഉച്ചക്കലത്തെ ചോറ് വയ്ക്കൽ കഴിഞ്ഞു. പിന്നെ അതുപോലെ എൻ്റെ ഉച്ചക്കലത്തെ ചോറ് വയ്ക്കൽ കഴിഞ്ഞു. പിന്നെ എന്നിട്ട് വെച്ച് സാമ്പാർ, ചീര സാമ്പാർ വെച്ചു. പിന്നെ കയ്പയ്ക്കും പയറും കൂടി ഉപ്പേരി വെച്ചു. അതൊക്കെ കുറച്ച് ചേട്ടൻ കഴിച്ചു കേട്ടോ. സാമ്പാർ കഴിച്ചില്ല അല്ലേ ഏട്ടാ? സാമ്പാർ കഴിച്ചില്ലല്ലോ? സാമ്പാർ കഴിച്ചിട്ടില്ല. അത് വന്നിട്ട് കഴിക്കാം. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ എല്ലാവർക്കും അജിന്ത്യ പ്രസാദ് ഫാമിലിയോട് സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ. ചേട്ടാ 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 ടാറ്റാ.